പത്തനംതിട്ടയിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്നതും കരളലിയിക്കുന്നതുമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദളിത് പെൺകുട്ടിയെ 64ഓളം പേർ പീഡിപ്പിച്ചു എന്ന വാർത്ത. കേരളം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ കൂട്ടബലാത്സംഗത്തിന്റെ കഥയാണിത്. നമ്മുടെ കേരളത്തെ ഞെട്ടിച്ച ഒരു സ്ത്രീപീഡന കേസാണ് സൂര്യനെല്ലി. 9ാം ക്ലാസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഇടുക്കി ജില്ലയിലെ സൂര്യനെല്ലിയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുകയും തുടർന്ന് ദിവസങ്ങളോളം ഈ കുട്ടിയെ 40-32 പേർ പീഡിപ്പിച്ചിരുന്നതായാണ് കേസ്. ആ കഥ കേട്ടപ്പോൾ കേരളം വന്ന് ഞെട്ടിയതാണ്. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ ഞെട്ടിക്കുന്ന കഥയാണ് പത്തനംതിട്ടയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിൽ ഒരു ദളിത് പെൺകുട്ടി 64 പേരാൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി ഈ കുട്ടിയെ പീഡിപ്പിച്ചവരുണ്ട്. ഈ പെൺകുട്ടി ഒരു കായിക താരം കൂടിയാണ്. അധ്യാപകർ, പരിശീലകർ, കൂടെ പഠിച്ചവർ, ഇങ്ങനെ പോകുന്നു ഒരു വലിയ പീഡന കേസിന്റെ ലിസ്റ്റ്. പത്തനംതിട്ട ഡിവൈഎസ്പി നന്ദകുമാറിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. നിലവിലിപ്പോൾ 20 പേരോളം അറസ്റ്റിലായിരിക്കുന്നുണ്ട്. 5 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ 15 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റിലായവരിൽ ഒരാൾ പോസ്കോ കേസിൽ തന്നെ നിലവിൽ ജയിലിൽ കഴിയുകയാണ്. 2019 ഈ പീഡനം ആരംഭിക്കുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വെറും 13 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു അന്ന്. സമീപവാസിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ പരിചയപ്പെടുന്നു. ഈ പരിചയപ്പെട്ട ആൾ പ്രണയം നടിക്കുകയും വിവാഹ വാഗ്ദാനം കുട്ടിക്ക് നൽകുകയും ചെയ്യുന്നു. തുടർന്ന് പെൺകുട്ടിയെ ഇയാൾ വീട്ടിൽ ആളില്ലാത്ത സമയങ്ങളിൽ സമീപത്തെ തോട്ടത്തിലേക്ക് എത്തിച്ച് അവിടെ ഒരു പാറയുടെ സമീപത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നാണ് ആദ്യത്തെ ഈ കുട്ടിയുടെ മൊഴി. പിന്നീട് ഇയാൾ വാഹനങ്ങളിൽ കൊണ്ടുപോയും പലതവണ പീഡിപ്പിച്ചു. പീഡിപ്പിക്കുന്നതിനിടയിൽ ഇയാൾ കുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി. ഈ ദൃശ്യങ്ങൾ സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകി. ഈ അയച്ചു നൽകിയ സുഹൃത്തുക്കളും ഇയാളും കൂടി കൂട്ടമായി ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചു. കുട്ടിയുടെ നഗ്ന ദൃശ്യം കാണിച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം. പിന്നീട് ഈ ദൃശ്യങ്ങൾ പ്രചരിക്കപ്പെട്ടു. ദൃശ്യങ്ങൾ കണ്ടവരെല്ലാം തന്നെ ഈ പെൺകുട്ടിയോട് പല കാര്യങ്ങൾ പറഞ്ഞ് അടുത്തുകൂടുകയുണ്ടായി. ഇതിൽ ടാക്സി ഡ്രൈവേഴ്സും ബസ് ജീവനക്കാരും അയൽവാസികളുമൊക്കെ ഉണ്ടായിരുന്നു. കായിക പരിശീലകരും അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ 64 പേരാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചതെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. പീഡന കഥ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ്. പെൺകുട്ടി സ്കൂളിൽ ഒരു കൗൺസിലിംഗിൽ പങ്കെടുത്തു. അതായത് പെൺകുട്ടികളെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ വേണ്ടി സ്കൂളിൽ ഇപ്പോൾ കൗൺസിലിംഗ് നടത്താറുണ്ട്. ഈ കൗൺസിലിംഗ് നടക്കുന്ന ഉദ്യോഗസ്ഥ ഇത്തരത്തിൽ ശാരീരിക ചൂഷണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു വരവെ ഈ പെൺകുട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. പിന്നീട് ടീച്ചർ ഈ കുട്ടിയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയായിരുന്നു. കുട്ടി പറയുന്ന കഥകൾ കേട്ട് ടീച്ചർ ഞെട്ടിപ്പോയി. ആദ്യഘട്ടത്തിൽ ഒരാളുടെ പേരാണ് കുട്ടി പറഞ്ഞത്. പ്രണയം നടിച്ച് വശത്താക്കി തന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ആളുടെ പേര്. പിന്നീട് കുട്ടിയെ സ്റ്റാഫ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് കുട്ടി ഓരോ പേരുകളായി പറഞ്ഞു തുടങ്ങി. പേരുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ്. 10 അല്ല, 20 അല്ല, 30 അല്ല, 40 അല്ല, 64 പേരാണ് കുട്ടി പറയുന്നത്. കുട്ടി പറയുന്ന കഥകൾ കേട്ട അധ്യാപികയും അവിടെയുള്ള മറ്റുള്ളവരും ഞെട്ടിപ്പോകുകയാണ് ഉണ്ടായത്. തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി കുട്ടിയെ CWC അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറി. അവർ സൈക്കോളജിസ്റ്റിനെ വെച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് കുട്ടിയുടെ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും അറിയുന്നത്. അത്ര കണ്ട് ക്രൂരതയുടെ കഥയാണ് കുട്ടി പറഞ്ഞത്. 13 വയസ്സ് മുതൽ കുട്ടി അനുഭവിച്ച വേദനയുടെയും പീഡനത്തിന്റെയും കഥ. പീഡിപ്പിച്ചവരിൽ പല ജില്ലക്കാരുമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം പല സ്റ്റേഷനുകളിലായി ഈ കേസിൽ FIR എടുക്കാൻ സാധിക്കും. കാരണം പല മേഖലകളിലായാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയിരിക്കുന്നത്. പൊതു ഇടങ്ങളിലും അതുപോലെ തന്നെ വീടുകളിലേക്കും റൂമുകളിലേക്കും ഒക്കെ തന്നെ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് കുട്ടി തന്നെ പറഞ്ഞിരിക്കുന്നു. 30-ലധികം ആളുകളുടെ പേരുകൾ, പീഡിപ്പിച്ച തീയതി അടക്കം പേരും അഡ്രസ്സും അടക്കം എഴുതി വെച്ചിട്ടുണ്ട്. പീഡന കാലയളവിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. പിതാവിന്റെ ഫോണിലാണ് ഉപയോഗിച്ചത്. ആ ഫോണിൽ നിന്ന് മാത്രം 40ഓളം പേരുകളുടെ പേരടക്കമുള്ള നമ്പറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഫോണിൽ നിന്നും പല തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല പോലീസ് അതിന്റെ CDR അതായത് ഫോണിന്റെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ നന്ദകുമാർ എന്ന DYSP തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സർവീസ്
ഹിസ്റ്ററിയിൽ കണ്ട ഏറ്റവും വലിയ പീഡന കേസാണിതെന്ന്. എനിക്ക് തോന്നുന്നു കേരളം കണ്ട ഏറ്റവും വലിയ പീഡന കേസ് ഇതാണെന്ന്. സൂര്യനെല്ലി പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 42 പേരാണ് ആ കുട്ടിയെ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇത് 5 വർഷം 62 ആളുകൾ ഇത്രയും പേരും ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പല സൈറ്റുകൾ വഴി ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. 13 വയസ്സ് മുതൽ 5 വർഷത്തോളം ഈ കുട്ടി വലിയൊരു മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോയത്. ആരോടെങ്കിലുമൊക്കെ ഒന്ന് തുറന്നു പറയാൻ ആഗ്രഹിച്ചെങ്കിലും കുട്ടി ഭയപ്പെട്ടിരുന്നു. പറയുകയാണെങ്കിൽ തന്നെ എന്താണ് പറയുക എന്ന് പോലും പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു. കുട്ടി പറയുന്നതിൽ 40 പേരോളം കണ്ടെത്തിയെന്നാണ് പോലീസ് പറയുന്നത്. 64 പേരെയും കണ്ടെത്തി തക്ക ശിക്ഷ നൽകുമെന്നും DYSP പറയുന്നുണ്ട്. ഇത്രയധികം പേർ പീഡിപ്പിച്ചിട്ട് ഇതൊരു പീഡനമാണെന്ന് കുട്ടിക്ക് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കൊച്ചു പെണ്ണിന് കൊച്ചു പ്രായത്തിൽ എന്ത് തിരിച്ചറിവാണുള്ളത്? ഒരു കൊച്ചു പെൺകുട്ടിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വശത്താക്കി ആ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ എടുത്ത് പല രീതിയിലുള്ള ടോർച്ചറിങ്, അതായത് ശാരീരികമായും മാനസികമായും കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ടോർച്ചറിങ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് പോലും പെൺകുട്ടിക്ക് അറിയില്ല. മറ്റാരോടെങ്കിലും തുറന്നു പറയാനുള്ള ധൈര്യവുമില്ല. സ്കൂളിലേക്ക് പോകുന്ന വഴി വരെ കൊണ്ടുപോയി മതിലിന് പുറകിൽ കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്തെ മതിലിന് പുറകിലേക്ക് വലിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് വരെ ഈ കുട്ടി പറഞ്ഞിരുന്നു. ഏതായാലും കുട്ടിയുടെ മൊഴി സൈക്കോളജിസ്റ്റ് വഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. 64 പേരാണ് ഈ കേസിലുള്ളത്. ചിലരൊക്കെ വിദേശത്താണുള്ളത്. ഒരാൾ മറ്റൊരു പോസ്കോ കേസിൽ ജയിലിലാണുള്ളത്. അറസ്റ്റ് ചെയ്ത ഒരാളുടെ കല്യാണ നിശ്ചയം വരെ കഴിഞ്ഞതാണ്. കുട്ടി ദളിത് പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ദളിത് വിഭാഗത്തിൽ അല്ലാത്തവർ ഈ ഉപദ്രവം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അട്രോസിറ്റി ആക്ട് SC/ST നിയമപ്രകാരമുള്ള കേസും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പഴുതടിച്ചുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുമെന്നാണ് DYSP പറഞ്ഞിട്ടുള്ളത്. ഫോൺ രേഖകളും റെക്കോർഡുകളും എടുക്കണം. കുട്ടി പറയുന്ന ഈ ദിവസങ്ങളിലൊക്കെ പ്രതിയും കുട്ടിയും ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ രേഖകൾ വേണം. CCTV ദൃശ്യങ്ങൾ ലഭ്യമായിരിക്കണം. വളരെ വേദനിപ്പിക്കുന്ന ഒരു കഥ തന്നെയാണിത്. ഒരു കൊച്ചു പെൺകുട്ടിയെ കൊണ്ടുപോയി ഇത്രയധികം ആളുകൾ ശാരീരികമായി ചൂഷണം ചെയ്യുന്ന ഒരു നാടായി നമ്മുടെ കേരളം മാറി എന്നുള്ളത് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. കുട്ടി പറയുന്നൊരു വേദനിപ്പിക്കുന്ന കാര്യമുണ്ട്. തോട്ടത്തിലിട്ട് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതാണ് എനിക്ക് താങ്ങാൻ പറ്റാത്തത്. ആ പെൺകുട്ടിയെ മാനസികമായി തകർക്കുകയും ആ കുട്ടി വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്താനുമുള്ള പ്രധാന കാരണം ഇതാണ്. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു വശത്താക്കി പീഡിപ്പിച്ചതും പോരാ, അതിനെ വഞ്ചിച്ചതും പോരാ, ആ കുഞ്ഞിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ആസ്വദിച്ച ആ പയ്യനുണ്ടല്ലോ, വൃത്തികെട്ട നിർദ്ദിഷ്ട ജീവി എന്ന് വേണമെങ്കിൽ പറയാം. അയാൾ എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ സുഖിച്ച് ജീവിക്കുകയാണ്. പ്രായപൂർത്തി പോലും ആവാത്തൊരു പെൺകുട്ടിയെ വലിയൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തിച്ചിട്ട് ദുഷ്ടക്കൂട്ടങ്ങൾ എല്ലാത്തിനെയും കല്ലെറിഞ്ഞു കൊല്ലണം.